എൻ്റെ ഇപ്പോൾ നമ്മുടെ KK മുഹമ്മദ് 10 കൊല്ലമായി ഈ ചെമ്മീൻ ഒരു കെട്ടാണ് ഇവ അല്ലേ? ചെമ്മീൻ കെട്ടാ എനിക്ക് പണ്ട് പറഞ്ഞിരുന്നു. ചെമ്മീൻ ഇപ്പൊ കയറി വരുന്നുണ്ട്. ഇത് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് കോയമ്പത്തൂരിനൊക്കെ വരുത്തിക്കാനാണ്. ഇവിടെയൊക്കെ ഭയങ്കര വിലയാണ്. ഇവിടെ കിട്ടും, സാധനം എറണാകുളത്ത് കിട്ടും. ഓക്സിജൻ കൊടുക്കാനാണ് മെയിൻ. ഓക്സിജൻ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അത് മീൻ വലുതാവും. മീൻ വലുതാ, മീനും നല്ലതാണ്, മീനിന്റെ വളർച്ചക്ക് നല്ലതാണ് ഓക്സിജൻ. ഓക്സിജൻ മെയിൻ ഘടകമാണ്. എന്ത് മീനും എന്താണ് ഓക്സിജൻ മെയിൻ ഘടകമാണ്. എല്ലാത്തിനും പ്രാണവായു തന്നെയാണ്. പ്രാണവായു തന്നെയാണ്. ആ പ്രാണവായു ഇപ്പൊ ഇവിടെ എന്താ വെള്ളം ഇങ്ങനെ അനക്കി കൊടുക്കുന്നത്, അവിടുന്ന് ഇവിടെ നോക്കാം. അപ്പൊ ആവശ്യത്തിന് ഓക്സിജൻ നമുക്കിപ്പോ ഫലത്തിൽ ഒഴുകുന്ന വെള്ളത്തിന്റെ അതേ അവസ്ഥയായി. പണ്ട് ഇവിടെ ചെമ്മീൻ കെട്ടുകൾ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ. ഏതാണ്ട് ഇതിനുള്ളിൽ കിടക്കുന്ന മീനുകളെ സംബന്ധിച്ചിടത്തോളം അതേ അവസ്ഥയാണ്. ഒരു വ്യത്യാസമില്ല. ഈ ഇവിടുത്തെ പഴമക്കാർ പറഞ്ഞ അന്നത്തേലും മീൻ ടേസ്റ്റ് കിട്ടണമെന്ന് പറഞ്ഞത്. കാരണം അന്ന് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാവും ഇതിന്റെ അടിയിൽ, അതില്ലാണ്ട് വളർത്തുന്നതാണ്. 10 കൊല്ലം മുമ്പ് ഇത് തുടങ്ങിയപ്പോ എത്ര ഇൻവെസ്റ്റ്മെന്റ് വന്നു? ഇത് മൊത്തം ക്ലീൻ ചെയ്യേണ്ടി വന്നു. മൊത്തം ക്ലീൻ ചെയ്ത് മണ്ണും ചെല്ല കഴുക്ക് മാറ്റിയതാണ്. 3 മീറ്റർ താഴ്ചയുണ്ട്. 3 മീറ്റർ സാധാരണ കൊണ്ടുവന്ന 1/2 മീറ്റർ, 1 മീറ്റർ തികയൂല. ഇത് 3 മീറ്റർ ഓൾറെഡി ഉണ്ട്, ഡെപ്ത് ഉണ്ട്. അപ്പൊ അത്രയും ഡെപ്തില് മണ്ണുമാന്തി വെച്ച് അടിച്ചു കയറ്റി മോട്ടോർ വെച്ച് അടിച്ച് കഴുകി ടാങ്കൊക്കെ അങ്ങോട്ട് കഴുകി റെഡിയാക്കിയാണ് തുടങ്ങിയത്. അത് 1,52,00,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് വാങ്ങിച്ചതടക്കം, വിലക്ക് വാങ്ങിക്കണേ വാങ്ങിച്ചതടക്കം നമുക്ക് ചെലവായിട്ടുണ്ട്. പ്രളയം വന്നിട്ട് എനിക്ക് ബാത്റൂമിൽ എല്ലാത്തിലും വന്നില്ല, പത്രത്തിൽ വന്നാണ്. എന്റെ ഷേപ്പ് ഇതൊന്നും വരുന്നില്ല. അവശതയായി, മീനൊക്കെ ലക്ഷക്കണക്കിന് ഇവിടെ മീൻ പോയി. പിന്നെ അഴുക്ക് വെള്ളം കയറി, വീണ്ടും ഇത്തരം പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടായില്ല. ഗാർഡൻ നെറ്റിന്റെ ആയിരുന്നു, താഴത്ത് വരെ ഗാർഡൻ നെറ്റ് ആയിരുന്നു ചുറ്റും. വെയില് പോലെ കെട്ടിയിരുന്നതാണ്. വെള്ളം കയറി ആകെ ഡാമേജ് ആയി, കംപ്ലീറ്റ് പോവുകയും ചെയ്ത്. പിന്നെ ഉള്ള മീനൊക്കെ രോഗങ്ങൾ വന്ന് പിന്നെ വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്യേണ്ട വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഫ്രഷ് ആയിട്ട് തുടങ്ങിയതാണ് ഇപ്പോഴത്തെ. ഇപ്പൊ ഇതിലെത്ര ഇതിപ്പോ ഇതിലുള്ളത് പ്രധാനമായിട്ടുള്ളത് കാളാഞ്ചി കരിമീനും മാത്രമാണ്. മെയിനായിട്ട് കരിമീനാണ്. പിന്നെ കാളാഞ്ചി നമ്മളൊന്ന് ഇത്തവണ ഈ കഴിഞ്ഞ വർഷം ഇട്ട് നോക്കിയാണ് എങ്ങനെയാണ്. ഇവിടെ എങ്ങും നാച്ചുറലായിട്ട് കാളാഞ്ചി വളർത്തണില്ല. നാച്ചുറലായിട്ട് കാളാഞ്ചി വളർത്തണ വൈപ്പിൻകരയില സംഭവം മാത്രമേ ഉള്ളൂ. വൈപ്പിൻകരയിൽ എനിക്ക് തോന്നുന്നു വൈപ്പിൻകരയിൽ ഇത് മാത്രമേ ഉള്ളൂ, ഇറങ്ങില്ല. കാളാഞ്ചി തീറ്റ കൊടുക്കാനാണ് പ്രശ്നം. ഫീഡ് കൊടുക്കണ്ടേ? മറ്റ് തീറ്റകൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മാർക്കറ്റിൽ നിന്ന് ഇപ്പൊ തുടങ്ങുന്നുണ്ട്. അത് പക്ഷെ അത് സക്സസ് അല്ല. ശരിക്കും എന്താ കൊടുക്കണേ? ഇപ്പൊ നമ്മള് ആദ്യം ചെറുപ്പത്തില് ചെമ്മീനാ കൊടുത്തിരുന്നത്. കഴിഞ്ഞ ഇതേ സമയത്ത് നമ്മൾ ചെമ്മീൻ കൊടുത്തോണ്ടിരിക്കുന്നത്. അത് ഈ കേറി വരുന്ന ചെമ്മീൻ അടിച്ചോളൂ? അല്ല, നമ്മള് വാങ്ങിക്കണാണ് പുറത്തുനിന്ന്, ഇവിടെ എത്തിക്കുക ആളുകള്. ആ ഫ്രീസറിലൊക്കെ ചെമ്മീനായിരുന്നു. കഴിഞ്ഞ ഈ സമയത്ത് വരികയാണെങ്കിൽ ചെമ്മീനായിരിക്കും വരുന്നത്. നമ്മളിപ്പോ ചാള കണ്ടില്ലേ? ചെമ്മീൻ അല്ലെങ്കിൽ ചാള കൊടുക്കണം. ചെമ്മീൻ ഇപ്പൊ വലുതായി കഴിഞ്ഞപ്പോ മീൻ കൂടുതലും ഒന്നും കൂടി നല്ല മീൻ കൊടുക്കണമല്ലോ, വലിയ മീൻ കൊടുക്കണമല്ലോ. അത് ചെറിയ മീനാണ് കൊടുക്കുന്നത്. ഓടില്ല, കഴിക്കൂല, അവർക്ക് അത് പോരാ. ഫുഡ് ഒന്നും ആവൂല. നമ്മുടെ പോലെ തന്നെ ബേബി ഫുഡ് ഓടില്ല. അതെ, ബേബി ഫുഡ് ഓടില്ല. നമ്മള് മറ്റേ കായ് പൊടിയൊക്കെ ഇട്ട് കുറുക്കി കുടിക്കണ നടക്കില്ല. കാളാഞ്ചിക്ക് വേണ്ടി ചാള വാങ്ങി ചാള ദൈവാനുഗ്രഹം കൊണ്ട് ഇത്തവണ ചാള ഒരുപാടുണ്ട്, വില കുറവിന് കിട്ടി. അല്ലെങ്കിൽ പെട്ടുപോയനെ. കഴിഞ്ഞ വർഷം ഇതുപോലെ ചാള ഉണ്ടായിട്ടില്ല. ഈ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം ശേഷം ഇതുപോലെ ചാള ഉണ്ടാക്കുന്ന സീസൺ ഇത് മാത്രമേ ഉള്ളൂ. ചാള കിട്ടാല്ലെന്ന് പറയണേ. ചാള ലാഭിഷാണ് ഇപ്പൊ. എന്നാൽ ഇപ്പൊ ഒന്ന് ടൈറ്റായി. ഒരു 10-15 ദിവസം തൊട്ടും ടൈറ്റാണ്. പക്ഷെ നമ്മളെ ടൈറ്റ് നോക്കിയിട്ട് കാര്യമില്ല. നമ്മള് കറിക്ക് പോണ മീൻ നമ്മൾ വാങ്ങിച്ച് കാളാഞ്ചിക്ക് വലിച്ചിട്ടിട്ട് കൊടുക്കുകയാണ്. കോരിക്കളയുന്നതാണ് കെട്ടിലേക്ക്. കാണുമ്പോ അറിയാം, കോരിക്കളയുന്നതാണ്. എത്ര വേണ്ടി വരും ഫുഡായിട്ട്? ഒരു ദിവസം ഇപ്പൊ ഞാൻ 200 കിലോ കൊടുക്കണം. 200 കിലോ. ഇത് മൊത്തം 1.5 ഏക്കർ ഉണ്ട്. 1.5 ഏക്കർ വെള്ളമുണ്ട്. ഒരു 900-1000 കിലോ കൊടുക്കാനുള്ള മീനിൻ്റെ അകത്തുണ്ട്. അത് നമ്മൾക്കൊന്നും നടക്കൂല. അത്രയും കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ബെനിഫിറ്റ് ഇല്ല. കാളാഞ്ചിക്കൊക്കെ ലിമിറ്റഡ് വിലയുണ്ടല്ലോ, അതിൽ കൂടുതൽ കിട്ടൂല. അപ്പൊ ഫീഡ് കൊടുക്കണോണ്ട് ടേസ്റ്റ് കിട്ടും. മറ്റേന്ന് പറഞ്ഞാല് വേസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മീൻ ടേസ്റ്റ്, കാളാഞ്ചിയുടെ നമ്മുടെ മീനിന്റെ ടേസ്റ്റേ കിട്ടൂല. അതുകൊണ്ട് ആളുകൾക്ക് കാളാഞ്ചിനൊരു മടുപ്പ് വന്നിരുന്നു. ഇപ്പൊ നമ്മളായിട്ട് ഇപ്പൊ ഈ അത് കഴിച്ച ആൾക്കാർക്കൊക്കെ കാളാഞ്ചി വേണ്ടായിരുന്നു, വെറുതെ കൊടുത്താലും വേണ്ടെന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ്. ഒരെണ്ണം നിർബന്ധിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പിന്നെ കാളാഞ്ചി വന്ന് മേടിക്കണം റെഗുലറായിട്ട്. അവർക്ക് ഗസ്റ്റ് വരുമ്പോഴും പബ്ലിസിറ്റി ആയി തുടങ്ങി. കാരണം അതുപോലെയാണ് മീൻ ബ്ലാക്ക് കളറാണ് കാളാഞ്ചി, മോശം കാളാഞ്ചി. ഫീഡും കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റില്ല ആൾക്കാർക്ക്, മുതലിക്കൂല. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമല്ല.